ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷനാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയം അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഇമോഷൻസ് എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായി കണക്റ്റ് ആവാൻ ശ്രമിക്കുക. heartache and loss, spiritual union, shadow, rest and rejuvenate. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ പോലും അല്ല, നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷനാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പോലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റിലേഷൻഷിപ്പ് മൂലം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സങ്കടം, ദുഃഖം, ലോസ് ഫീലിംഗ് ഒക്കെ അനുഭവിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ്. സ്റ്റിൽ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അത് നമ്മൾ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നിങ്ങളോടുള്ള ഫീലിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനോ ഒന്നുമല്ല. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ പേഴ്സൻ്റെ മാത്രമായിട്ടുള്ള ഒരു വ്യക്തിഗതമായിട്ട് അവരുടെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പല കാര്യങ്ങളും കയറി വരാറുണ്ട്. ചിലപ്പോൾ അവരുടെ കറൻലി അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷനിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പോകുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാണ് അവരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഹാർട്ടേക്ക് ആൻഡ് ലൂസ്, അതുപോലെ ഷാഡോ എനർജി, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആ ഒരു വ്യക്തി എത്രത്തോളം ഉള്ളിൽ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം മേ ബി നിങ്ങളുടേത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയതുകൊണ്ടായിരിക്കാം നല്ല രീതിയിലുള്ള ഒരു മാനസിക സംഘർഷം, ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, തേർഡ് പാർട്ടി മൂലം നിങ്ങൾ വിട്ടുപിരിഞ്ഞ് നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ ഒരു താല്പര്യം കൊണ്ടല്ല, പക്ഷേ മറ്റുള്ള സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോടുള്ള ഭയം കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ കാണാം ആ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ആത്മസംഘർഷം, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ വന്ന് ആ ഒരു റെസ്റ്റ് ആൻഡ് റെജുവിനെ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വെയിറ്റിംഗ് എനർജി എന്ന് പറയാം, ഒരു പ്ലാനിങ് എനർജി എന്ന് പറയാം. എന്താണെന്ന് ചിലപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം ഒരു പേഴ്സൺ. എന്ത് ചെയ്യണമെന്ന് അവർക്ക് ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല അവരിപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു സിറ്റുവേഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം കാര്യങ്ങളും നല്ലതുപോലെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനോട് വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളോട് ഇപ്പോൾ ഉള്ളൊരു ഇമോഷൻസ് എങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ചിലപ്പോൾ നല്ലപോലെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനി നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
Okay, Six of Pentacles, Ace of Cups, Nine of Wands, the World, Eight of Cups, the Fool. രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. 10 of Cups, 3 of Cups, Page of Pentacles, 6 of Swords, 7 of Swords, 2 of Pentacles, Queen of Wands, 5 of Wands, and Lovers. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറൻലി ഉള്ള ഈ ഒരു പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് നമുക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കയറി ഇറങ്ങി പോകുന്നതായിട്ട് കാണാം. ആ ഒരു തേർഡ് പാർട്ടി എനർജി ഒരു ഷാഡോ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്തും കാണുന്നുണ്ട് പല രീതിയിലായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ വൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫയർ എനർജി എല്ലാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നോർമലി ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡീപ്പ് ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാവാം, മെൻ്റൽ കണക്ഷൻ ഉണ്ടാവാം, ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാവാം. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ വന്ന് ചേരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളോട് എല്ലാ തരത്തിലുള്ള ഒരു ഡീപ്പ് ഫീലിങ്സ് ഉള്ള പേഴ്സൺ തന്നെയാണ്. ഒരുപാട് സ്നേഹം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. നമ്മൾ നേരത്തെ ഇവരുടെ ഒരു സിറ്റുവേഷൻ, ഇവരുടെ മാത്രം ഒരു സിറ്റുവേഷൻ എടുത്തപ്പോൾ പോലും നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ ആ ഒരു പേഴ്സണെ ഇപ്പോൾ ഹേർട്ട് ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണെന്നുള്ളതാണ്. സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ അകൽച്ച എത്രത്തോളം വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സെപ്പറേഷൻ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സിറ്റുവേഷൻ, നമ്മളുടെ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് മൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് കയറി നിൽക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ഒരു ഹൈ എനർജി അതിനകത്താണ് ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അതായത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനൊക്കെ കട്ടായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ആണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ ചിലപ്പോൾ പണ്ടത്രയും ആ ഒരു ഡീപ്പ് ഇൻവോൾവ്മെൻറ്റിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്കൊരു ഈക്വൽ പ്രയോറിറ്റി തന്ന് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി നിങ്ങൾ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അത്രയും ഡീപ്പായിട്ട് കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ടാണ് അത്രയും ഇമോഷൻസ് നിങ്ങളോട് ഉള്ളത് കൊണ്ട് തന്നെയാണ് സെപ്പറേഷനിൽ ഈ ഒരു വ്യക്തി അത്രയും ദുഃഖം അനുഭവിക്കുന്നത്. അത്രയ്ക്ക് ഒരു മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ കണ്ട പോലെ ആ ഒരു സിറ്റുവേഷനിൽ വന്നതുപോലെ ഹാർട്ട് ടേക്ക് ലോസ് എന്നോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും നിങ്ങളെ സ്നേഹമുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊക്കെയോ വ്യക്തികളുടെ എനർജി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കരമായിട്ട് ചീറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി വേദനിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പേഴ്സണൊന്നും അല്ല. മിക്കവാറും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളൊരു താല്പര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളോട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. അല്ലാതെ മനഃപൂർവ്വമായിട്ട് നമ്മളിപ്പോൾ സാധാരണ പറയുന്ന പോലെ ഒരു ഗ്രീനർ സൈഡ് കണ്ട് പോയി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു വ്യക്തി പോലും ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 9 ഓഫ് വാണ്ട്സ് എനർജി, വേൾഡ് എനർജിയൊക്കെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഉണ്ടാവുന്ന ഈ ഒരു വ്യക്തിക്ക് അറിയാം. പക്ഷേ വിട്ട് കളയാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ആ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിളിൽ കംപ്ലീറ്റ്ലി വേണം എന്ന ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ അവരുടേതായിട്ടുള്ള ആ ഒരു സൈക്കിൾ അത് പൂർണ്ണമാവും എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ഇതൊക്കെ പങ്കുവെക്കാനായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയും കൂടി ഉള്ളപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി അതിനൊരു എന്താ പറയുന്ന ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു വിജയം നേടി. പക്ഷേ ഈ ഒരു വിജയം നേടുമ്പോൾ ഇത് നമുക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയോട് അത് ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് കാണാൻ കാത്തിരുന്ന മറ്റൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ അവരോടും കൂടി പറയുമ്പോഴാണ് അത് ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ആവുന്നത്.
ഇപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ അവർക്കൊരു ഫുൾഫിൽമെൻ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ആ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ഒരു അവസ്ഥയായിരിക്കും അതൊന്ന് എൻഡ് ആവാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻലി ഈ ഒരു വ്യക്തി ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആണെന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടു പോരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അത് നിങ്ങളോടൊപ്പം വരാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ കാണാം ആ ഒരു ഫുൾ എനർജി ആൻഡ് 10 ഓഫ് കപ്സ് എനർജി. ദാറ്റ് മീൻസ് നിങ്ങളൊരു ഫാമിലി ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തിയായിരിക്കാം. അത്രയും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങളുമായിട്ട് ഉള്ള ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഫ്രഷ് സ്റ്റാർട്ട് നമ്മൾ പറയില്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ബ്രേക്ക് വീണിരിക്കുകയാണ്, അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നോ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്ക് തന്നെയായിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആവുക. അപ്പോൾ ആ ഒരു എൻഡായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടുമുള്ള ഒരു ജേർണി, ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു 3 ഓഫ് കപ്സ് എനർജി കാണാം. അതായത് ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ടൊന്ന് സന്തോഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു മനഃശാന്തി, മനസ്സന്തോഷം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വരണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് 2 വ്യക്തികളായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഫാമിലി അല്ലാത്തൊരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ പ്രണയിക്കുന്ന 2 വ്യക്തികളായിരിക്കാം. വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ അവർ 2 പേരും ഉള്ളെങ്കിൽ പോലും ചില ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. നമ്മളുടെ ഒരുപാട് ആൾക്കാരുള്ള ഒരു ഫീലിംഗ്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അങ്ങനെ ഉള്ള ഒരു സംഗതിയാണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ പാർട്ണറിൽ നിന്ന് തന്നെ പല ഫീലിംഗും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അതായത് ഒരുപാട് സ്നേഹമായിരിക്കാം. ഇപ്പോൾ നമ്മളുടെ ഒരു മെയിൽ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കായിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളുടെ അച്ഛനോ സഹോദരനോ ഒക്കെ തരുന്ന പോലെ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു പേഴ്സണിൽ നിന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ചില സമയത്ത് ഒരു ഹസ്ബൻഡ്, അല്ലെങ്കിൽ ആ ആ പറഞ്ഞ ഒരു നമ്മൾ ഹസ്ബൻഡ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലായിരിക്കും. അതായത് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് പേരുടെ സ്നേഹങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവരിൽ നിന്ന് അനുഭവിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ മറ്റൊരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് ചില സമയത്ത് ഒരു ഡ്രോബാക്ക് ആയിട്ടും വരാം. അതായത് ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ അത്രയും കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. നമ്മളൊരു ഷെല്ലിനകത്ത് കയറിയതുപോലെ ആ ഒരു പേഴ്സൺ തന്നെ മതി എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരും. ചിലപ്പോൾ ചിലവർ ചില റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. അതായത് അവർ അത്രയും ഡീപ്ലി ഇൻവോൾവ്ഡ് ആണ്. ആ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പലരിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹമായിരിക്കും ചിലപ്പോൾ ആ ഒരു വ്യക്തി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, ഇനിയിപ്പോൾ ബാല്യകാലത്ത് ഒരുപാട് ട്രോമ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു വന്നവരാണെന്നുണ്ടെങ്കിൽ പാർട്ണറുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള സ്നേഹം കിട്ടുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സൺ ചിലപ്പോൾ അഡിക്റ്റ് ആയി പോയെന്ന് വരാം. അത് ചിലപ്പോൾ അവരുടെ മറ്റുള്ള ബന്ധങ്ങൾ വഷളാക്കാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രോബാക്ക് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയും നിങ്ങളോട് ഇമോഷണലി അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിലാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാമെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഒരു ന്യൂ ബിഗിനിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതാണ്. ഇപ്പം നിലവിൽ അവർ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹപ്രകാരമല്ല, മറ്റു പല വ്യക്തികളുടെ ആഗ്രഹപ്രകാരമോ അല്ലെങ്കിൽ സിറ്റുവേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധിതമായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ എനർജീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതെല്ലാം മൂവിങ് ഓൺ എനർജീസാണ്. അവിടെ നിന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാനാണ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എന്താണോ അവിടെ നിന്ന് വിട്ടു പോരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പാസ്റ്റിൽ ഒരുപാട് ഡീപ്പ് വൂൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് നമ്മൾ സിറ്റുവേഷനകത്ത് കണ്ടതാണ്, ആ ഒരു വ്യക്തി ഇപ്പോഴും അത് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത് വളരെ നല്ല രീതിയിലൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ലവേഴ്സ് എനർജിക്ക് മുൻപായിട്ട് കാണാം 5 ഓഫ് വാണ്ട്സ് ആണ്. അതായത് ഒരു ഫൈറ്റിംഗ്. ചിലപ്പോൾ ഒരുപാട് പേരായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരെ നിൽക്കുന്നുണ്ടാവാം. സ്ട്രോങ് തേർഡ് പാർട്ടി, ചിലപ്പോൾ ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി എങ്കിൽ പോലും അവർക്ക് സപ്പോർട്ടായിട്ട് വേറെ വ്യക്തികളുണ്ടായെന്ന് വരാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ വീണ്ടും ഒബ്ജക്ഷൻ കൊണ്ട് കയറി വരാനായിട്ട് വേറെ പലരും ഉണ്ടാവും. സ്വന്തമായിട്ടുള്ളൊരു ആഗ്രഹം നടത്തിയെടുക്കാൻ പോലും മറ്റു പലരുടെയും ഒരു തടസ്സം ഉണ്ടാവുന്ന ഒരു സാഹചര്യം അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 7 ഓഫ് സോഡ്സ് എനർജി, അതായത് ഒരു ബിട്രയൽ എനർജിയും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷേ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരിപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണോ, അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികളുടെ എന്താ നമ്മൾ പറയുക, കണ്ണ് വെട്ടിച്ചല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ അവരുടെ അടുത്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു ചീറ്റിംഗ് എനർജി ആയിരിക്കാം.
ആ ഒരു വ്യക്തികൾ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഏതോ ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ചില സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫാമിലിയൊക്കെ ആകുമ്പോഴത്തേക്കും അത്രത്തോളം പ്രഷർ ചിലപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സില്ല മനസ്സോടെയാണെന്നുണ്ടെങ്കിലും അവിടെ തുടരേണ്ടതായിട്ട് ഉള്ള സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം ഇവിടെയും നമുക്ക് കാണാം ആ ഒരു 2 എനർജി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ അത്രയും നല്ല രീതിയിൽ കാണുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഇതിനകത്തുടനീളം കയറി നിൽക്കുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നോ കോൺടാക്റ്റിൽ തുടരുന്ന, എന്നാൽ ആ ഒരു നോ കോൺടാക്റ്റ് പർപ്പസ്ഫുള്ളി ആ പേഴ്സണായിട്ട് വരുത്തി വെച്ചതായിരിക്കണം എന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റു വ്യക്തികളുടെ പ്രഷർ കൊണ്ടോ എല്ലാം സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഒരുപാട് മാനസിക ദുഃഖം അനുഭവിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റീകൺസിലേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അവർ നിൽക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി എനർജിയോടൊപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയുടെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും അവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ അല്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ്. മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പ്ലേസ് നമ്മൾ മനസ്സിനകത്ത് ഒരാൾക്കൊരു സ്ഥാനം കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള എനർജിയിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോലും ആ ഒരു പേഴ്സണ് മടിയില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ അറിയാം അവർക്ക്. എങ്കിലും ആക്ഷൻ എടുക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും നഷ്ടപ്പെടുത്തി കളയാൻ വയ്യ എന്നുള്ളൊരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കയറി നിൽക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് ചീറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയോ സംഗതിയോ ഒന്നും അല്ല നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കിത് കേട്ട് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണോ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് 2, 3, 6 ആൻഡ് നമ്പർ 21. അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, ടോറസ്, ലിയോ, അക്വേറിയസ് ആൻഡ് ജെമിനായി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എനർജിയും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ തിരിച്ചു ആഗ്രഹിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ യൂണിവേഴ്സിനോട് തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം ഇവിടെ രണ്ടുപേരും ഒരേപോലെയുള്ള ആ ഒരു എഫേർട്ട്, ഇപ്പോൾ സാഹചര്യം കൊണ്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാനസികമായിട്ട് അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യൂണിയൻ, നമ്മൾ നേരത്തെ അവരുടെ ഒരു സിറ്റുവേഷനിൽ കണ്ട പോലെ ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവാനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.